ഇവിടെ അടുത്തൊരു റാക്ക് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കുണ്ട്. ആ ബാങ്കിൽ പോയാലേ എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. വേറെ 2-3 ബാങ്കിൽ പോയി നോക്കി, റിജക്റ്റായി. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നേ ഉള്ളൂ. രണ്ട് റൗണ്ട് അല്ലെങ്കിൽ 5 റൗണ്ട് ഓടുന്നുണ്ട്. ഹായ്, ഇതാണ് പാർക്ക്. രാത്രി ആൾക്കാർ ജോയിങ്ങിന് ഈ പാർക്കിൻ്റെ റൗണ്ടിലാണ് ചെയ്യുന്നത്. എനിക്ക് ജിമ്മിൽ പോകുന്നതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ ഇതായിരിക്കും. കുറച്ചുകൂടി നടക്കാനുണ്ട്. നടന്നാലേ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ. അതല്ലേ നേരെ ഒരു പാർക്കിംഗ് മെഷീൻ ഇരിപ്പുണ്ട്. ഒരു 3 മാസം മുമ്പ് ഇതിൻ്റെ അകത്ത് ക്യാഷ് ഇട്ടിട്ട് പാർക്ക് ചെയ്യായിരുന്നു. പെട്ടെന്ന് ഗവൺമെൻറ് റൂള് ചേഞ്ചാക്കി. RDയുടെ റൂള് ചേഞ്ചാക്കിയിട്ട് ഇതിൽ നോവൽ കാർഡ് അത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ പാർക്കിംഗ്. ഇതൊക്കെ പെയ്ഡ് പാർക്കിങ്ങാണ്. എനിക്ക് ഇന്ന് ഞായറാഴ്ച ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി 8 മണി മുതൽ ഞായറാഴ്ച ഫുള്ളും, തിങ്കളാഴ്ച മോർണിംഗ് 8 മണി വരെ ഫ്രീ ആണ്. ഇവിടെ ആസ്റ്റർ ഫാർമസി, പിന്നെ ഓരോ ക്ലിനിക്കും എല്ലാം കൂടി ബിൽഡിങ്ങിൽ അത് അത്രയും ലെങ്ത് ഉണ്ട്. എന്നാൽ സീബ്ര ലൈൻ അല്ലാതെ ലൈൻ ക്രോസ് ചെയ്യുന്നത് കുറ്റാർഹമാണ്. പോലീസ് പിടിച്ച 500 ദിർഹംസ് ഡയറക്റ്റ് പറ്റിയാണ്. സീബ്ര ലൈൻ ഉണ്ടല്ലോ, സീബ്ര എന്നെ 2-3 വട്ടം പിടിച്ച്. പക്ഷേ എന്തൊക്കെ ഭാഗ്യങ്ങൾ കൊണ്ട് പോലീസ് ഫസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞ് വിട്ട്. അത് ഒരു പോലീസല്ല പിടിച്ചത്, 2 വട്ടം. രണ്ട് ആൾക്കാരായതുകൊണ്ട് ഫൈനൊന്നും അടിച്ചില്ല. ഫസ്റ്റ് അടിച്ച ആൾ സെക്കൻഡ് ടൈമും പിടിച്ചിരുന്നെങ്കിൽ കൺഫേം ആയിട്ട് മെമ്മറൈസ് ഐ ഡി മേടിച്ചിട്ട് അതിൽ പെറ്റിയടിച്ച് തന്നാണ്. ആരോ ഭാഗ്യം കൊണ്ട് 2ാമത് വേറെ പോലീസാണ് പിടിച്ചത്. ഇപ്പോഴും ക്രോസ് ചെയ്ത് റോങ് ആണ്. ഇതുപോലെ അനുകരിക്കരുത്. അനുകരിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫൈൻ 500 മെമ്മറൈസ് ഐ ഡിയിൽ കിട്ടും. കെട്ടിയ ആൾക്കാരുണ്ട്, നമ്മളെ കൂടെയുള്ള ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള ഫൈന്. ഇതല്ലേ ഒരു ATM, അത് എത്ര ലോങ്ങാണ് നമ്മൾ നടന്ന് ATMക്ക് പൈസ എടുക്കണം വരുന്നത്. $24 hours ATM ഒക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യാം. ഫുൾ സാലറി എടുക്കാൻ വേണ്ടി പോയതാണ് ATM കയറിയിട്ട്. എല്ലാം കൂടി എത്ര രൂപ കട്ടാക്കി അറിയോ? 1500 സാലറി വന്നതിൽ എനിക്ക് ഒന്ന് 9 ദിർഹംസ് എന്തോ കട്ടാക്കി. എടുക്കാൻ പറ്റിയത് 1400, വന്ന സാലറി 1500. അപ്പോൾ എത്ര വിഡ്രോ ചെയ്യാൻ പറ്റി? 1400 ദിർഹംസ് വിഡ്രോ ചെയ്യാൻ പറ്റി. ബാക്കി 91.50 ഫിൽസ് അക്കൗണ്ടിൽ കിടക്കുക. എന്താണ് അവസ്ഥ? നമ്മൾ സാലറി പൈസ വിഡ്രോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് പൈസ, എല്ലാത്തിനും പൈസ. ഒരു 2000 ദിർഹംസിന് മുകളിലോട്ടുള്ള ആൾക്കാരെ സാലറിയിൽ നിന്ന് വിഡ്രോൽ ഫീ എടുത്തോട്ടെ. ഇതെന്താ തുച്ഛമായ സാലറിയിൽ നിന്ന് ഒരു വിഡ്രോ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോഫിറ്റ് ബാങ്കിന് നമുക്ക് ലോസും. എന്ത് പറയാനാ, ഇതാണ് അവസ്ഥ. ആ 91 ദിർഹംസ് അക്കൗണ്ടിൽ കിടക്കുക.